ജസ്റ്റ് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് നമ്മളൊരു വണ്ടി എങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്ന് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് അപ്പോൾ അതൊന്ന് കാണിക്കുകയാണ്. അപ്പോൾ നമുക്ക് എൻ്റെ ഉള്ളത് മാനുവലായിട്ട് ഓടിക്കാൻ പറ്റുന്ന വണ്ടിയാണ്. അതായത് ഗിയർ ഇട്ട് ഓടിക്കുന്ന, ഓട്ടോമാറ്റിക് അല്ല, ഗിയർ ഇട്ട് ഓടിക്കുന്ന വണ്ടിയാണ്. അപ്പോൾ ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്റർ എല്ലതും ഉണ്ട്. നമുക്ക് ഇത് കീലെസ്സാണ്, കീലെസ് എൻട്രി ഉള്ള വണ്ടിയാണ്. അതായത് ചാവി വണ്ടി കയ്യിലുണ്ടായാൽ മതി. നമ്മൾ ഈ പുഷ് സ്റ്റാർട്ട് ബട്ടൺ പറഞ്ഞാൽ ഈ സ്റ്റാർട്ട് ബട്ടൺ എൻജിൻ ഓണാക്കാനും ഓഫാക്കാനും അത് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ഓണാക്കാം, ഒന്ന് നോക്കാം. നമ്മുടെ സീറ്റ്, നമ്മുടെ പൊസിഷനൊക്കെ നമ്മൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലച്ചും ബ്രേക്കും ഒന്ന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിങ്ങനെ പുഷ് സ്റ്റാർട്ട് ബട്ടൺ നമുക്ക് ഒന്ന് ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും കാണാമെന്ന് വിചാരിക്കുന്നു. ക്ലച്ചും ബ്രേക്കും ചവിട്ടി നമ്മൾ ഇതാ പുഷ് സ്റ്റാർട്ട് ബട്ടൺ നമ്മുടെ അറിയാലോ, നമ്മുടെ ഇടത്തെ കാലുള്ളത് ക്ലച്ചിലും സെൻട്രൽ ബ്രേക്കിലും, പിന്നെ നമ്മുടെ വലത്തെ സൈഡിലുള്ളത് ആക്സിലേറ്ററാണ്. അപ്പോൾ നമ്മൾ പുഷ് സ്റ്റാർട്ട് ബട്ടൺ എൻജിൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എൻജിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതാണ് അതിൻ്റെ ക്ലസ്റ്റർ ഓണായി വന്ന് അപ്പോൾ എന്തെങ്കിലും ഉണ്ട് എല്ലാതും കാണിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിൽ ഇപ്പോൾ കാണിച്ചു വരും. ഇപ്പോൾ നമുക്ക് ഹാൻഡ് ബ്രേക്കിൻ്റെ സിമ്പലും കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹാൻഡ് ബ്രേക്ക്, ഇതാണ് ഹാൻഡ് ബ്രേക്ക്. ഒരു വണ്ടി എപ്പോഴും നമ്മൾ നിർത്തിയിടുന്ന സമയത്ത് നമ്മൾ ഹാൻഡ് ബ്രേക്ക് പൊന്തിച്ച് വെക്കുക. അപ്പോൾ നമ്മൾ ഹാൻഡ് ബ്രേക്ക് ജസ്റ്റ് ഇത് കുറച്ച് മുകളിലേക്കൊന്ന് പൊന്തിച്ച് ഹാൻഡ് ബ്രേക്ക് താത്തി നമ്മൾ നോർമലി ക്ലച്ച്, നമ്മൾക്കറിയാമല്ലോ, ക്ലച്ച് ചവിട്ടി നമ്മുടെ ഗിയർ നമ്മളിട്ട് നമ്മൾ മുന്നോട്ട് വണ്ടി മൂവ് ചെയ്യാണ് വണ്ടി. അപ്പോൾ നമുക്ക് ക്ലച്ച് ചവിട്ടി, അതായത് ഈ വണ്ടിയുടെ ഇതിന് മുകളിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഏതാണ് ഇത് വണ്ടിയുടെ പൊസിഷനും കാര്യങ്ങളും എങ്ങനെ. അപ്പോൾ നമ്മൾ അതിട്ട് ഫസ്റ്റ് ഗിയർ ഇട്ട് നമ്മൾ മുന്നോട്ട് ജസ്റ്റ് ഒന്ന് നമ്മുടെ ക്ലച്ച് നമ്മുടെ കാലിലുള്ള ഇടത്തെ കാല് ജസ്റ്റ് ഒന്ന് വെറുതെ നമ്മൾ പതുക്കെ നമ്മൾ പൊക്കി കൊടുത്ത് നമ്മൾ വണ്ടി മൂവ് ചെയ്ത് അങ്ങനെ നമ്മൾ ഇപ്പം നമ്മൾ വണ്ടി ജസ്റ്റ് ഒന്ന് മൂവ് ആയി കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡിലോട്ട് മാറ്റും. നമ്മൾ സെക്കൻഡ് ഗിയറിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യും. ക്ലച്ച് ചവിട്ടി എടി പൊന്നി, ഇതൊക്കെ ആൾക്കാർക്ക് അറിയുന്ന കാര്യങ്ങളാണ് പോലെ. ഇത് പണ്ടത്തെ കാലാണോ? അയ്യോ, ഞാൻ വീഡിയോ കട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ സെക്കൻഡിലേക്ക് നമ്മൾ ക്ലച്ച് തന്നെ ചവിട്ടി നമ്മൾ സെക്കൻഡിലേക്ക് വണ്ടി ഇട്ട് പോകേണ്ടി നിൽക്കുന്ന കണ്ടീഷൻ എങ്ങനെയാണെന്ന് അറിയാമോ ഗൈസ്? അഭിലാഷ് ചേട്ടൻ ഇപ്പോൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർ, ഫിഫ്ത്ത് കാണിച്ചു തരും. നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കിയിട്ട് ഫ്രണ്ടിലോട്ട് നിൽക്കുക, അതാണ് ഫസ്റ്റ് ഗിയർ. പിന്നെ അതേമാതിരി തന്നെ അത് കറക്റ്റ് ബാക്കിലോട്ട് എടുക്കുക, നേരെ സ്ട്രെയിറ്റ് ബാക്കിലോട്ട് എടുക്കുന്നത് സെക്കൻഡ് ഗിയർ. പിന്നെ നമ്മൾ തേർഡ് ആകുമ്പോൾ നമ്മൾ സെക്കൻഡ് വിട്ട് കഴിഞ്ഞാൽ സെൻട്രലിൽ വരും. പിന്നെ നേരെ സെൻട്രലിലോട്ട് എടുക്കുന്ന തേർഡ് ഗിയർ. പിന്നെ നേരെ ഫ്രണ്ടിലോട്ട് എടുക്കുക, അപ്പോൾ ഫോർത്ത് ഗിയർ കിട്ടും. ഫോർത്ത് ഗിയർ നേരെ ബാക്കിലോട്ട്. ഫോർത്ത് ഗിയർ നേരെ ഫ്രണ്ടിലോട്ട് എടുത്തിട്ട് ബാക്കിലോട്ട് എടുക്കുക, ഫോർത്ത് ഗിയർ കിട്ടും. പിന്നെ അങ്ങനെ എടുത്ത് ഫിഫ്ത്ത്, പിന്നെ വലത്തോട്ട് പോയിട്ട് ഫ്രണ്ടിലോട്ട് എടുക്കുക, ഫിഫ്ത്ത് ഗിയർ. അതേ ഇത് എടുത്ത് ബാക്കോട്ട് വന്ന് സെൻറ്ററിലേക്ക് വരും. ആ സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞ് നമ്മൾ ബാക്കോട്ട് വലിക്കുമ്പോൾ റിവേഴ്സ് ഗിയർ ആയി. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഗിയറിനെ കുറിച്ചുള്ള ഡൗട്ട്സ് എല്ലാം ക്ലിയർ ആയെന്ന് തോന്നുന്നു ഗൈസ്. ഇതൊക്കെ പറഞ്ഞാലും എനിക്ക് ഡ്രൈവിങ് അറിയില്ല ഗൈസ്. എനിക്ക് പഠിക്കാനായിട്ട് താല്പര്യമില്ല, അത് തന്നെ. ബാക്കിയും കൂടെ അഭിലാഷ് ചേട്ടൻ പറഞ്ഞുതരും. നമുക്കൊന്നുമില്ല. ഇനി ഇതുണ്ട് അഭിലാഷ് ചേട്ടാ, ഇതിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇത് നമ്മുടെ വൈപ്പറിൻ്റെ ആണ്, അതായത് റിയർ വൈപ്പർ, അതായത് നമ്മുടെ ബാക്ക് സൈഡുള്ള വൈപ്പർ.
അതിൻ്റെ ആണത്. അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വാഷിങ്ങോട് കൂടിയിട്ട് അത് ബാക്ക് സൈഡിലെ വൈപ്പർ ഓൺ ആകും. അത് നേരെ ഇതന്നെ നേരെ തിരിച്ച് വെക്കുമ്പോൾ നമുക്ക് അതിൽ വേറെ വൈപ്പറിൽ വെള്ളം വന്ന് നമ്മുടെ ബാക്കിൽ, അതായത് നമ്മുടെ ആവശ്യത്തിന് വെള്ളം വന്ന് അതിൽ നമുക്ക് വൈപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് പറഞ്ഞാൽ ഇത് നമ്മുടെ ഫ്രണ്ടിലെ വൈപ്പർ, താഴത്തേക്ക് ടൈറ്റിന് ഫ്രണ്ട് വൈപ്പർ, പിന്നെ അതിൻ്റെ ഓരോ സ്പീഡിൻ്റെ സ്റ്റേജുകളാണ് വൈപ്പറിൻ്റെ. അങ്ങനെ 3 സ്റ്റേജുകളാണുള്ളത്. അതായത് ഇനി 3 സ്റ്റേജുകളുണ്ട് ഗൈസ്. പിന്നെ ഇത് ഞങ്ങളുടെ ദൈവമാണ് ഗൈസ്. ഞങ്ങളിവിടെ ലൈറ്റ് വേണമല്ലോ ഗൈസ്, കാറിനുള്ളിൽ ലൈറ്റ് കാണൂല. ലൈറ്റ് ഇടണമെങ്കിൽ പുറത്തന്നെ കൊണ്ടുവരും കാണണമെങ്കിൽ. ലൈറ്റ് ഇത് ഹെഡ് ലൈറ്റിൻ്റെ ആണ്. ഈ വീഡിയോ വീഡിയോ ഇതെന്തൊക്കെയാണ് അഭിലാഷേട്ടാ? അതിൻ്റെ നമ്മുടെ ഇത് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം എന്ന് പറയും. ഇതാണ് നമ്മുടെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, അതായത് മ്യൂസിക് സിസ്റ്റം ആണ്. പവർ ബട്ടൺ ഉണ്ട്. പവർ ബട്ടൺ ജസ്റ്റ് പ്രസ് ചെയ്യാം. നമ്മൾ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ഹെഡ് ലൈറ്റ്, നമ്മളെ ലൈറ്റ് എവിടെയാണ്? നമ്മുടെ ഫോഗ് ലാമ്പ് അല്ലെങ്കിൽ ഹെഡ് ലാമ്പ്, നമ്മൾ ഹെഡ് ലാമ്പ് വണ്ടിയുടെ വെളിച്ചം നമുക്ക് നൈറ്റ് ടൈമിൽ യാത്ര ചെയ്യണമെങ്കിൽ വെളിച്ചം അത്യാവശ്യമാണ്. നമ്മളെ നൈറ്റ് ടൈമിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെഡ് ലാമ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബാക്കി കുറെ ബട്ടൺ കാണുന്നുണ്ടല്ലോ, അതെന്തൊക്കെയാണ്? ഈ ഹെഡ് ലാമ്പ് നമ്മൾ, അതായത് നമ്മുടെ വണ്ടിയുടെ ഇതാണ് ഡിമ്മ്. അപ്പോൾ ആ ഡിമ്മുണ്ട്. ഇത് നമ്മുടെ ഒരു DRL മാതിരി ഒരു ചെറിയൊരു ലൈറ്റ് ഉണ്ട്, അത് ഓണാവും. അതോടുകൂടി ഡിമ്മ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് തന്നെ വണ്ടിയുടെ ഡിമ്മ് എന്ന് പറഞ്ഞാൽ നമ്മുടെ താഴത്തോട്ടായിരിക്കും നമ്മുടെ പ്രകാശം പോവുക. നമ്മളിതന്നെ നമ്മൾ ബ്രൈറ്റ് താഴത്തേക്കൊക്കെ അത് ബ്രൈറ്റ് ആവുന്ന സമയത്ത് നമുക്ക് നേരെ മുകളിലോട്ടോ, അതായത് ദൂരക്കാഴ്ച കുറേ കൂടുതൽ കിട്ടും. പക്ഷേ മറ്റേ നമ്മളെതിരെ വരുന്ന യാത്രക്കാരുടെ കണ്ണിലേക്ക് അടിച്ച് അവർക്കൊരു ബുദ്ധിമുട്ടാവും. അപ്പോൾ മാക്സിമം നമ്മൾ ബ്രൈറ്റ് ഒഴിവാക്കി ഡിമ്മിൽ ആണ് നമ്മൾ യാത്ര ചെയ്യേണ്ടത്. ഡിമ്മിൽ നമ്മൾ യാത്ര ചെയ്യണം മാക്സിമം. എൻ്റെ ഒരു അഭിപ്രായം അതാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇതിൽ ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റത്തിൽ ഇപ്പോൾ പെട്ടെന്ന് വെളിച്ചം വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഹെഡ് ലാമ്പ് ഒന്ന് ഓൺ ചെയ്താൽ മതി. ഹെഡ് ലാമ്പ് ഓൺ ചെയ്യുമ്പോൾ അതിൽ വരും, അതാണ് പവർ. വോളിയം ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം. നമ്മുടെ ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം കൺട്രോൾ ചെയ്യുമ്പോഴത്തേക്കും എന്തൊക്കെയാണ് വരിക? നമ്മുടെ മീഡിയ ഉണ്ട്, ഫോണുണ്ട്, കണക്ട് ഓപ്ഷൻ ഉണ്ട്. ഈ മീഡിയ ഓപ്ഷനിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാട്ട് കേൾക്കാം അല്ലേ? ഫോൺ കോൾസ് വന്നു കഴിഞ്ഞാൽ അറ്റൻഡ് ചെയ്യാം. പിന്നെ കണക്ട് USB നമുക്ക് നമ്മുടെ ഫോൺ കണക്ട് ചെയ്താൽ നമുക്ക് ആപ്പിൾ കാർപ്ലേ, അതേമാതിരി സാംസങ്ങിൻ്റെ അത് മ്യൂസിക് സിസ്റ്റത്തിന് പേരൊന്നും എനിക്കല്ല, അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടുത്തെ ബട്ടൺസോ? അപ്പോൾ നമുക്ക് ഇതിലുള്ള ഈ ബട്ടൺസ് തന്നെ ഇത് മ്യൂസിക് കൺട്രോൾ ചെയ്യാൻ വോളിയം ബട്ടണാണ്. നമ്മളിത് വോളിയം ബട്ടണ്, ഇത് നമുക്കിപ്പോൾ ചാനൽ മാറ്റണം.
അതിന് വേണ്ടിയിട്ടാണിത്. അതിന് വേണ്ടിയിട്ടാണ് ഈ 2 സ്വിച്ച്. ഇത് പിന്നെ വോളിയം കട്ട് ചെയ്യാൻ. ഇത് പിന്നെ മോഡാണ്. നമുക്ക് ഇപ്പോൾ റേഡിയോ വേണ്ട, AM വേണം, അപ്പോൾ നമുക്ക് ബ്ലൂടൂത്ത് വേണം. അങ്ങനെയുള്ളതിന് നമ്മളിങ്ങനെ മോഡ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് അങ്ങനെ മോഡ് ചേഞ്ച് ആയിട്ടിരിക്കും. അത്രയേ ഉള്ളൂ ഇതിൽ. ഈ ബട്ടൺസോ? ഇത് എ സിയുടെ സ്വിച്ചും കാര്യങ്ങളും. ഇത് AC യുടെ ഫാനാണ്. അവിടെയാണ് നമ്മൾ ഓൺ ആക്കേണ്ടത്. ഇത് AC യുടെ ഫാനാണ്. നമുക്ക് AC വേണ്ട ഓഫ് ചെയ്തിട്ടാം, AC ഓൺ ചെയ്തിട്ടാം. നമുക്കിത് ഇത് ടെമ്പറേച്ചറാണ്. അതായത് റെഡ് കളർ ആകുമ്പോൾ ടെമ്പറേച്ചർ കൂടുക. ഒരു ബ്ലൂ കളർ, ലൈറ്റ് ബ്ലൂ ആവുന്ന സമയത്ത് ടെമ്പറേച്ചർ നമുക്ക് കൂട്ടിയും കുറച്ചിടാം. AC എല്ലാം നമുക്ക് ടെമ്പറേച്ചർ നമുക്ക് കൂട്ടിയും കുറച്ചിടാം. ഇത് പിന്നെ നമുക്ക് ഇപ്പോൾ എയർ നമുക്ക് പുറത്തത്തെ എടുക്കണമെങ്കിൽ ഇപ്പോൾ നമ്മൾ പുറത്തുള്ള എയർ എടുത്തുകൊണ്ടിരിക്കും. നമുക്കിത് അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ഈ എയർ തന്നെ അങ്ങോട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു സൈക്കിൾ മാതിരി ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് ഓട്ടോമോഡാണ്. ഈ ഓട്ടോമോഡ് ഇട്ട് കഴിയുമ്പോൾ ഈ വണ്ടി എപ്പോഴാണോ ഈ നമ്മൾ ഈ സെറ്റ് ചെയ്ത ടെമ്പറേച്ചറിലേക്ക് എത്തുക, അതുവരെ അത് ഓട്ടോമാറ്റിക്കായിട്ട് ആ ടെമ്പറേച്ചറിലേക്ക് നമ്മളെ എത്തിച്ച് പിന്നെ ആ ടെമ്പറേച്ചർ ഈ വണ്ടിയിൽ എപ്പോഴും കീപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഈ ഓട്ടോ എന്ന് പറയുന്നത്. ഓട്ടോ എന്ന് പറയുന്നത് ഇതിലാണ് നമ്മുടെ ഓട്ടോ. അപ്പോൾ അതിനനുസരിച്ച് അപ്പോൾ അധികം ഓട്ടോ നമ്മുടെ ക്ലൈമറ്റിൽ നമുക്ക് ഓട്ടോ ഇടാതിരിക്കുകയാണ് നല്ലത്. കാരണം ഓട്ടോ കുറച്ചും കൂടിയും പെട്രോൾ കൺസംഷൻ ഉള്ള ഒരു പരിപാടിയാണ്. പെട്രോൾ കുറച്ച് കൂടുതൽ എടുക്കും. കാരണം അത് കുറച്ച് ഈ ടെമ്പറേച്ചറിന് താന്നാൽ തന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് ആ ടെമ്പറേച്ചറിലേക്ക് നമ്മുടെ വണ്ടിയെ എത്തിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഓട്ടോ ഓഫ് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഓട്ടോ പ്രസ് ചെയ്താൽ ഈ ഓട്ടോ പോവില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ ജസ്റ്റ് ഈ ഫാന് ഡൗൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് മാനുവലായിട്ട് ആ ഓട്ടോ അങ്ങ് പോകും. പിന്നെ എന്ന് പറയുന്നത് ഇത് മോഡുകളാണ്. അതായത് ഇതിപ്പോൾ കാണുന്ന സിമ്പിൾ എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് എയർ നമ്മുടെ മുഖത്തോട്ട് വരും, വെന്റുകൾ വഴി. അപ്പോൾ നമ്മളത് ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാലിലേക്ക് എയർ വന്നുകൊണ്ടിരിക്കും. പിന്നെ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കാലിലേക്ക് മാത്രമേ എയർ വരുള്ളൂ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മുടെ കാലിലേക്കും അതേമാതിരി തന്നെ നമ്മുടെ ഫ്രണ്ട് സൈഡിലുള്ള ആ ഒരു വെൻറ്റിലുണ്ട്. നമ്മുടെ ഈ ഫ്രണ്ട് ഗ്ലാസിൻ്റെ സൈഡിലായിട്ടൊരു വെൻ്റ് ഉണ്ടാവും. ഈ സൈഡിലായിട്ടൊരു വെൻ്റ് ഉണ്ടാവും. അതിലൂടെ വന്നുകൊണ്ടിരിക്കും. പിന്നെ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇത്ര മോഡുകളേ ഉള്ളൂ. പിന്നെ ഇത് ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫ്രണ്ടിലുള്ള ഗ്ലാസ്സിലേക്ക് എയർ വന്നത്. അതായത് നമുക്ക് ഫോഗ്, അതായത് ഇപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഫോഗ് വന്ന് വണ്ടി കാണാതെ നമ്മുടെ ചില്ല് മറഞ്ഞു പോവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ടിലെ ഈ ഒരു സ്വിച്ച് അമർത്തി കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രണ്ട് ഗ്ലാസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കും, എയർ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളത് നമ്മുടെ യുക്തിക്കനുസരിച്ചിട്ട്, അതായത് ഇപ്പോൾ ടെമ്പറേച്ചർ കൂട്ടി കൊടുക്കേണ്ടതാണ് ടെമ്പറേച്ചർ കൂട്ടി കൊടുത്തിട്ട് ആ ഫോഗ് നമ്മൾ ഒഴിവാക്കുക. പിന്നെ അടുത്ത സ്വിച്ചാണ്. അപ്പോൾ നമ്മൾ നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് ഫോഗായി. അപ്പോൾ നമ്മൾ റിയർ ബട്ടണും കൂടി അമർത്തുക. അമർത്തുമ്പോൾ നമ്മൾ ബാക്കിലും അതേമാതിരി തന്നെ ബാക്കിൽ നമ്മുടെ ഗ്ലാസ്സിൽ അപ്പോൾ ഒരു ലൈൻ ഉള്ളത് എന്ന് പറഞ്ഞത് ആ ലൈനൊക്കെ നമ്മൾ ഫോഗ് കട്ട് ചെയ്യാനുള്ള ഇതാണത്. എക്സാക്റ്റ് എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. അത് നമ്മൾ ഫോഗ് വന്നു കഴിഞ്ഞാൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓരോ ലൈനുകളാണ്. അപ്പം ഇത്രയാണ് ഈ വണ്ടിയുടെ ഉള്ളിലുള്ള സ്വിച്ചും കാര്യങ്ങളും. അല്ല, ഇനിയും കുറച്ചും കൂടെ ഉണ്ട്. അഭിലാഷ് ഒരു കാര്യം വിട്ടുപോയി. ഈ സൈഡിൽ ഡോറിന്റെ സൈഡിലുള്ളത് ഇത് നമ്മുടെ ഡോറ് ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും അത്രയേ ഉള്ളൂ. ഡോറ് ലോക്ക് ചെയ്യുക, അൺലോക്ക് ചെയ്യുക. ഇത് നമുക്ക് പറഞ്ഞാൽ നമ്മുടെ ഈ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ ഡ്രൈവർ സൈഡിലുള്ള വിൻഡോ മാത്രം കൺട്രോൾ ചെയ്യാൻ കഴിയുള്ളൂ. ബാക്കിയുള്ള ഡ്രൈവർ സൈഡിലുള്ള വിൻഡോ മാത്രമേ നമുക്ക് പൊന്തവും താഴെയൊക്കെ ചെയ്യത്തുള്ളൂ. ബാക്കിയുള്ള എല്ലാ പാസഞ്ചറിൻ്റെ സൈഡിൽ ഡോറിൻ്റെ വിൻഡോകളും ഒക്കെ ലോക്കായി പോകും. പിന്നെ നമ്മൾ ഇവിടുന്ന് ഡ്രൈവർ റിലീസ് ചെയ്തെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മിറർ ഇത് ഓട്ടോമാറ്റിക് ഫോൾഡിങ് ആണ്. അപ്പോൾ മിറർ നമുക്ക് ഫോൾഡ് ചെയ്യണം. അപ്പോൾ എവിടെയെങ്കിലും സ്ഥലത്ത് വെച്ചിട്ട് അപ്പോൾ അത് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ റിലീസ് ചെയ്ത് അത് വരും.
അതിന് തൊട്ടടുത്തുള്ള സ്വിച്ച് പറഞ്ഞാൽ ലെഫ്റ്റ് റൈറ്റ് എന്നുള്ള സ്വിച്ചാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ മിററുകൾ, ഇപ്പോൾ റൈറ്റ് സൈഡിലുള്ള മിററുകൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, മുകളിലേക്കാണോ താഴത്തേക്കാണോ എങ്ങോട്ടാണോ വേണ്ടതെന്നുള്ളത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേമാതിരി അതിപ്പോൾ നേരെ തിരിച്ച് അങ്ങോട്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ള മിററും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ ഈ സ്വിച്ചുകളേ ഉള്ളൂ. ഇതൊക്കെ പിന്നെ നമ്മുടെ ലോക്കും അൺലോക്കും ചെയ്യുന്നതും കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഇതാ ലോക്ക് അൺലോക്ക് അല്ല, ഡോറിന്റെ ലോക്കും അൺലോക്കും. ഡോറിന്റെ ലോക്ക് അൺലോക്കാണിത്. ഡോറിന്റെ ലോക്ക് അൺലോക്കാണിത്. ഓക്കെ. അല്ലാണ്ട് കാണിക്കോ? അല്ലാണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ്. നമുക്കിത് മാനുവലായിട്ട് നമുക്ക് ചെയ്യാം. ഇത് ലോക്ക് ചെയ്യുക, അൺലോക്ക് ചെയ്യുക, മാനുവലായിട്ട് ചെയ്യാം. ഓപ്പൺ അതിലും കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഗൈസ്, സീറ്റ് ബെൽറ്റ് ഇട്ടുകൊണ്ട് യാത്ര ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഗൈസ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഗൈസ്.